ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ പാകിസ്ഥാന് കിട്ടിയ ഇരട്ടി പ്രഹരമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണം. ഓപ്പറേഷൻ സിന്ദൂറിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്ക് നേരെ BLA ശക്തമായ 2 ആക്രമണങ്ങൾ നടത്തി. 14 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. സംഭവത്തിന്റെ വീഡിയോ BLA തന്നെ പുറത്തുവിട്ടു. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറുള്ള ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. വിമോചന സമരത്തിന് നേതൃത്വം നൽകുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം 14 പാകിസ്ഥാൻ സൈനികരെ കുഴിബോംബ് സ്ഫോടനത്തിൽ വധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. പാകിസ്ഥാന്റെ പതാക മാറ്റിയാണ് ബലൂചികൾ സ്വന്തം പതാക ഉയർത്തി ആഹ്ലാദ പ്രകടനം നടത്തിയത്. പാകിസ്ഥാന്റെ കണ്ണ് ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ കേന്ദ്രീകരിച്ച സമയം നോക്കി BLA നീക്കങ്ങൾ ശക്തിപ്പെടുത്തുകയായിരുന്നു. 2 മാസം മുൻപ് ട്രെയിൻ തട്ടിയെടുത്ത BLA പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. ബലൂച്ച് ദേശീയവാദികളുമായി ഇന്ത്യക്ക് ചരിത്രപരമായി നല്ല ബന്ധമുണ്ട്. ബലൂച്ച് വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പിന്തുണ നൽകുന്നെന്ന് പാകിസ്ഥാൻ പതിവായി ആരോപിക്കാറുമുണ്ട്. ബലൂജികൾക്ക് ഇറാന്റെ സഹായം ലഭിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബലൂചിസ്ഥാനെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ബലം പ്രയോഗിച്ച് പാകിസ്ഥാൻ സ്വന്തമാക്കുകയായിരുന്നു. വിമോചന പോരാട്ടവും അന്ന് തുടങ്ങി. ബലൂച്ച് ഗോത്ര സമൂഹത്തിന് പാകിസ്ഥാൻ യാതൊരു സ്വാതന്ത്ര്യവും നൽകുന്നില്ല. ഇവിടുത്തെ ധാതു നിക്ഷേപത്തിൽ മാത്രമാണ് പാകിസ്ഥാന് കണ്ണ്. സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തിയുള്ള ആയിരക്കണക്കിന് പ്രക്ഷോഭകരെയാണ് പാകിസ്ഥാൻ സൈന്യം ഇതിനകം കൊന്നൊടുക്കിയത്. അതേസമയം റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന അവകാശവാദവുമായി പാകിസ്ഥാൻ. പിന്നാലെ ഇന്നലെ നടത്തേണ്ടിയിരുന്ന പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരം മാറ്റിവെച്ചു. പെഷാവർ സാൽമിയും കറാച്ചി കിങ്സും തമ്മിലെ മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ആക്രമണം ഉണ്ടായതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത്. ഡ്രോണിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു അഭിമുഖത്തിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അതിന് തെളിവെവിടെ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടിയിലൂടെ ലോകത്തിനു മുൻപിൽ സ്വയം പരിഹാസ്യനായി മാറി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചില വീഡിയോകളാണ് മന്ത്രി തെളിവായി കാട്ടിയത്. ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ പാകിസ്ഥാൻ തിരിച്ചടിച്ചെന്നും ഇന്ത്യൻ വ്യോമസേനയുടെ 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നുമാണ് ഖ്വാജ ആസിഫ് അഭിമുഖത്തിൽ അവകാശപ്പെട്ടത്. തകർന്ന വിമാനങ്ങളുടെ തെളിവെവിടെയെന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ വിചിത്രമായിരുന്നു മറുപടി. എല്ലായിടത്തും വീഡിയോകളുണ്ട്. പാകിസ്ഥാനികളുടെ സമൂഹ മാധ്യമത്തിൽ മാത്രമല്ല, ഇന്ത്യക്കാരുടെ സമൂഹ മാധ്യമത്തിലുമുണ്ട്. ആധികാരികമായ തെളിവ് പുറത്തുവിടാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോകൾ തെളിവായി ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയത് ആഗോളതലത്തിൽ രൂക്ഷ വിമർശനത്തിനിടയായി. പരിഹാസത്തിനും. പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സംഘർഷം പരിഹരിക്കാനുള്ള ആഗ്രഹവും ഖ്വാജ ആസിഫ് സൂചിപ്പിച്ചു. ഈ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധമായി തീരാനുള്ള സാധ്യതയുണ്ടെന്നും അത് ഒഴിവാക്കാൻ തങ്ങൾ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. മറ്റൊരു അഭിമുഖത്തിൽ നിലപാട് വീണ്ടും മയപ്പെടുത്തി. ഞങ്ങൾ ഇന്ത്യയോട് ശത്രുതാപരമായ ഒരു നടപടിയും സ്വീകരിക്കില്ലെന്ന് കഴിഞ്ഞ 2 ആഴ്ചയായി പറഞ്ഞു വരുന്നു. പക്ഷേ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പ്രതികരിക്കും. ഇന്ത്യ പിന്മാറിയാൽ തീർച്ചയായും ഈ പിരിമുറുക്കം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്നായിരുന്നു പ്രതികരണം. എന്തായാലും പാകിസ്ഥാൻ മന്ത്രിയുടെ പരാമർശങ്ങൾ പരിഹാസത്തിന് കാരണമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.